കൊക്കവട ഇന്ന് ഞാനാട്ടോ മോൾട്ടിനെ ഉണ്ടാക്കണേ. അല്ല മോൾട്ടി ഇന്ന് ഞാനാ കൊക്കവട ഉണ്ടാക്കണേ. മര്യാദക്കട കൊണ്ടേച്ചോട്ടാ. ഞാൻ ഉണ്ടാക്കിയ പൊക്കവട തിന്നണ്ട. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കോ? എത്താണ് പറയാ? ഞമ്മക്ക് പെരുന്നാക്ക് ഇന്നെ പോയി കണ്ട് ഡ്രസ് എടുക്കണം. ഇച്ചൊന്ന് ഇപ്പച്ചിനോട് പറയടാ. എനിക്ക് ഇന്നെ ഡ്രസ് എടുത്താ പോരെ? ആ കാര്യം ഞാൻ ഏറ്റു. ഇപ്പച്ചാ പോട്ടൻ അയച്ചു തന്നെ ഇപ്പച്ചി. അല്ലാ സൂറാത്താണല്ലോ. നിങ്ങൾക്ക് എത്ര പണി? ഞാൻ ഇതിനെ കുട്ടിക്ക് ചക്രമാണെന്ന് പറഞ്ഞിട്ടേ നാളെ കൊണ്ടുവരായിരുന്നു. തന്നെ സൂറാത്ത ഞങ്ങളെല്ലാം ഡ്രസ് എടുക്കാൻ പോകണ്ടേ? ആക്കെ ഞാൻ പറഞ്ഞു ചേർക്കാൻ നടക്കാണ് തന്നെ. ഇപ്പച്ചേ ഞമ്മക്കേ ഇന്ന് ഡ്രസ് എടുക്കാൻ പോയല്ലോ പച്ചേ. പെരുന്നാളൊക്കെ ആവുമ്പോ നല്ല തിരക്കാവും. അതൊന്നും പറ്റൂല. ഞാനാണ് പറയും അന്നാ പോവാ. അതെന്ത് വർത്താനം പറ്റി പറഞ്ഞേ? മോൾട്ടേ എന്തായി എന്തായി എന്തായി? ഒന്നും നടക്കൂല മോൾട്ടേ. എന്തുണ്ടായി? ഇന്നെ അവിടുന്ന് കാട്ടി അതിനെന്തേലും ഒരു പണി കൊടുക്കണം നമുക്ക്. എടാ KMT അതിനത്ര നല്ല പുതിയ കളക്ഷൻസ് ഉണ്ട്. അതാ ഞാൻ ഇന്നലെ പോവാന്ന് പറഞ്ഞതേ. ഇപ്പച്ചിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം നമുക്ക്. കൊടുക്കണം എന്നെ ഞാൻ ഇറക്കി കിട്ടാക്കിയ ഇതുകൊണ്ട് പണിണ്ട്. ഇജ്ജത്തിപ്പുടിയേ വാവോ. ഇപ്പൊ പൊക്കവടയിൽ അരിമാവാടുണ്ട്, ഗോതമ്പ് മാവാടുണ്ട്. എന്റെ ആത്മാവ് കാണുന്നുണ്ടെങ്കിൽ മാറും. അതിനുള്ളിൽ നല്ലൊരു മൂർക്കുണ്ട്. തന്നെ എവിടെ? കേട്ടോ കേട്ടോ മൂർക്കം വെമ്പാലേ പാൽക്കാൻ തെളിയിച്ചാണ് വലിയ ശരിയല്ല തന്നെ. അത് ഇലയാണ് കുഞ്ഞാപ്പോ. ഈ പാമ്പ് നമ്മളെ വളപ്പിൽ നിന്ന് പോയാ ഇന്ന് പോയി നമ്മൾ ഡ്രസ് എടുക്കാൻ തന്നെ. പോയിക്കോ പോയിക്കോ കോയാണ് പറയണ്ട്. പോന്ന് പോന്ന് കണ്ണടച്ചു ഇരിക്കോ. അനക്ക് ഞാൻ കാണിച്ചടാ മോട്ടിയെ ജറിഞ്ഞോ? എനിക്കറിയണ്ട. നീ ഞാൻ പറയണൊന്ന് കേക്കേ. എനിക്ക് കേക്കണ്ടാന്നേ. അന്റെ ഇരിക്കില്ലേ? ഇരിക്കാൻ നേരം ഞാൻ നിങ്ങൾ ക്യാമ്പ് സെയിൽസ് കൊണ്ടുപോവാ. എവിടുക്കാച്ചാ ഞാൻ കൊണ്ടേക്കോളാം. ഞാൻ പറഞ്ഞൊന്ന് കേക്കേ. എന്നാ ഞാൻ പോയി വന്നിട്ട് കേട്ടും ചെയ്തോളാം. ഒരു ഭാഗത്ത് ഇറക്കി ഒരു ഭാഗത്ത് KMT പോയി എന്നിട്ട് കേട്ടാലും മതി. ഞാൻ പൂതത്തിനോട് പറയാം മാറ്റാൻ പറയാം. രണ്ടു കൂടി ഒരു തൊയിലും തരുന്നില്ലല്ലോ. പോയി പണിയൊക്കാൻ പറയാം. പോയി പണി നോക്കി ഓളെ പേരിൽ എന്നീ പേരെ എഴുതിച്ചോ അന്ന് തുടങ്ങിയാണ് കോയിന്റെ കട്ടക്കാലം. അതിനങ്ങനെ രണ്ടാക്ക് എഴുതാനും വായിച്ചാലും നിശ്ചയം മാറ്റം ഒക്കെ ഞാൻ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നത് അതല്ല പറയണ്ടേ. ഞാൻ ഇന്ന് പറഞ്ഞ ഇറങ്ങുന്നു കേട്ടില്ലെന്ന് വെച്ചാൽ ഇപ്പൊ ചിന്തി പേരിൽ ഇറങ്ങോ ഇറങ്ങോ. ഞാനേ 37 സെന്റ് സ്ഥലവും കൊട്ടാരമാർക്ക് എത്ര വീടുണ്ട്. അത് വാങ്ങാൻ വേണ്ടിട്ട് പോവാ. ജിമ്പച്ചിന്റെ അപ്പച്ചിന്റെ അപ്പ ജടന്നോ ഞാൻ നീ സൈനന്റെ അപ്പ അങ്ങനെ പറയില്ല. ഇപ്പൊ ചെമ്മച്ച പോയിട്ട് അസ്സലാമലൈക്കും. ജിന്റെ അപ്പ നിങ്ങളല്ല എന്റെ അപ്പ. എന്റെ കുട്ടി എത്ര തച്ചാലും എന്റെ ഒപ്പം തന്നെ ഉത്സവനോട് പോയി പണി വെക്കാൻ പറയാം. നല്ല രസമുണ്ടല്ലേ ഇപ്പച്ചേ? അതന്നെയല്ലേ കുഞ്ഞാപ്പോ ഞാൻ പറഞ്ഞത്. മെഗാ ലക്കി ഡ്രോ നടക്കാണ്ട് നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. 1000 റുപ്യാണ് ഒരു ടിക്കറ്റിന് വരുന്നത്. ഒരുപാട് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതാ ഈ വീടാണ്. അഥവാ പച്ചേ എനിക്കാണ് നറുക്കെടുപ്പ് പോകണ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും വരുന്ന ഇറങ്ങിപ്പോയിക്കോളെ. ഞാനും ലബീബി മാത്രം മതി. അതിനൊരു കോംപ്രമൈസും ഇല്ല. അതിനെ വജ്ജ് തെറ്റണോ? ഈ നാട്ടിലുള്ള ഏത് ചെറിയ കുട്ടികൾ ചോദിച്ചാലും അറിയാം കൊമ്പങ്കാട് കോയന്റെ പേര് ഏതാന്നുള്ളത്. ആർക്കും അറിയില്ല. ഗൂഗിൾ പേ അല്ലേ പൊട്ട, ഗൂഗിൾ മാപ്പിടാന്ന്. കോയൊക്കെ അങ്ങനെ മാപ്പ് വിട്ടുകൊടുത്തിട്ടുള്ള ശീലല്ല. കുഞ്ഞാപ്പോ ഈ മാപ്പൊന്ന് വിട്ടുകൊടുത്താ പല പണി അതെ പുറം ഞാനാ പൊളിച്ചേക്കാരം. അന്നോടല്ല എവിടെ ഇപ്പൊ എത്തിക്കണ എടൈക്കലോ രമണിന്റെ അവിടെ അയിക്കൂടി പോലെ മുഴുവൻ വജ്ജ അയച്ചിട്ടുള്ളൂ. അണ്ടിന്റെ ഒപ്പം ഒന്ന് തുണക്കോയിക്കാണ്. തുണക്കോയതൊക്കെ കൂടി കണക്കൂട്ടിയാണ് പേര് അറച്ച ആൾക്കാരെ എല്ലാം. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങളിപ്പോ എവിടെ എത്തിക്കണത്? അവിടെ നിങ്ങൾ തിരിച്ചു പോയിക്കോളി. ഇവിടെ പരിപാടി കഴിഞ്ഞു. കണ്ടില്ലേ പന്തലേരൊക്കെ പൊളിച്ചു പോയി. ഇതിന്റെ ഒപ്പം തുണക്കോ ആരെ കിട്ടാ? അല്ല പുറം ഞാൻ പൊളിച്ചു. എനിക്ക് ആ സൈക്കിളിന്റെ പിറന്ന് ഞാൻ കെടുത്തിട്ടേ. ഇങ്ങോട്ട് വാ. ഇതാരാ? അത് വജ്ജി വെച്ച് വരാം. ഇങ്ങോട്ട് വരണ്ട. ഞാൻ എന്റെ പേരേക്ക് അങ്ങോട്ട് വരാട്ടോ. വണ്ടി വലി കൊറേ കാലം വാങ്ങിത്തരാം. ഞാൻ എത്താ പറയണ നിങ്ങൾക്ക് മനസ്സിലായി? എന്നാ പറയും. നിങ്ങള് സൈലന്റ് കുട്ടിക്ക് സൈക്കിൾ വാങ്ങി കൊടുത്തില്ലേ? എനിക്ക് വാങ്ങി തരാം. എന്നാ പോരെ. എനിക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സൈക്കിൾ കടയിൽ തന്നെ വേണം. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കടയിന്നോ? അതെവിടെയാണ്? അതിവിടെ മഞ്ചേരിയിലെല്ലാം ഉണ്ട്. ബൈഡൻ ബൈസൈക്കിൾ മാള് പറഞ്ഞിട്ട് അവിടെ തന്നെ വാങ്ങിയോട്ടാ. ഒച്ചല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ സൈക്കിൾ പുതിയതാണ് വാങ്ങിത്തരും. പോവാ.